നമസ്കാരം, ഞാൻ റിയ. ഞാൻ ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു. ജപ്പാനിൽ നിന്ന് ജനുവരി 1 രാവിലെ 1 മണിക്ക് യാത്ര പുറപ്പെട്ട് 6 മണിക്കൂറും 45 മിനിറ്റും യാത്ര ചെയ്ത് അമേരിക്കയിൽ ഡിസംബർ 31 6 മണിക്കാണ് എത്തിയത്. ഇത് എന്നിൽ ആശ്ചര്യമുണർത്തി. ഞാൻ ഈ വിവരം എൻ്റെ സുഹൃത്തും ഗവേഷകനുമായ ചിന്തയുമായി പങ്കുവച്ചു. റിയ എന്നോടുമായിട്ട് പങ്കുവച്ചൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ടൈം ട്രാവലിൻ്റെ പോസിബിലിറ്റിയാണ്. നമുക്ക് ടൈം ട്രാവൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശേഷം ഒരു ടൈം ട്രാവൽ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ പ്രവർത്തിക്കുക, എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നിങ്ങളുമായിട്ട് വിശകലനം ചെയ്തു തരാം. ഹലോ, ടൈം ട്രാവൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തവണയെങ്കിലും നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു വിഷയമാണ് ഈ ടൈം ട്രാവൽ എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കും, നമ്മൾ അങ്ങനെ ഒരു മിഷീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കും? മിഷീൻ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് തിയറിറ്റിക്കലായിട്ട് തന്നെ സംസാരിക്കാം. നമുക്ക് നിലവിൽ ആദ്യം പ്രകാശത്തിന്റെ വേഗതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം km/s ആണ്. ആ വേഗതയ്ക്കൊപ്പം തിരിച്ച് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് പഴയ കാലത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെ കടക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിന് മുമ്പ് സ്പേസ് ടൈമിനെ കുറിച്ച് സംസാരിക്കണം. സ്പേസ് ടൈമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡൈമെൻഷനെ കുറിച്ച് സംസാരിക്കണം. 1 ഡൈമെൻഷൻ, 2 ഡൈമെൻഷൻ, 3 ഡൈമെൻഷൻ, 4 ഡൈമെൻഷൻ, 1D, 2D, 3D, 4D എന്നൊക്കെ പറയുന്ന അങ്ങനെ ഡൈമെൻഷനുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 ഡൈമെൻഷൻ എന്ന് പറയുന്ന ഒരു ലൈനിന് വേണം നമുക്ക് 1 ഡൈമെൻഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നീളവും വീതിയുമുള്ള, അതായത് ഒരു സമചരിതത്തെ വേണമെങ്കിൽ നമുക്ക് 2 ഡൈമെൻഷൻ എന്ന് പറയാം. അതുപോലെ നീളവും വീതിയും ഉയരവുമുള്ളതിനെ 3 ഡൈമെൻഷൻ എന്നും, മുമ്പ് നീളവും വീതിയും 2 ഡൈമെൻഷൻ, നീളവും വീതിയും ഉയരവും ഉള്ളതിനെ 3 ഡൈമെൻഷൻ എന്നും, എന്നാൽ 4 ഡൈമെൻഷൻ നീളവും വീതിയും ഉയരത്തിനൊപ്പം ടൈം കൂടി വരുന്നതിനെ 4 ഡൈമെൻഷൻ എന്നുകൂടി പറയാം. ഈ ഡൈമെൻഷൻസിലൂടെയാണ് നമുക്ക് ഒരു യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഗ്രാവിറ്റിയെ കുറിച്ച് കൂടി നമുക്ക് ഈ ഒരു വിഷയത്തെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളൊരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് ഗ്രാവിറ്റിയെ കുറിച്ച് പറയാം. സ്പേസ് എന്ന് പറയുന്നത് ഒരു റബ്ബർ ഷീറ്റിന്റെ മോഡലിലുള്ള ഒരു ഇതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അവിടേക്ക് നമ്മളൊരു കല്ല് വെക്കുന്നു. ആ കല്ല് വെക്കുമ്പോൾ ആ ഷീറ്റ് ഒന്ന് കുഴിയും. അതിന് മേലിൽ വേറൊരു കല്ലിട്ടാൽ കിടന്ന് കറയും. അതാണ് ഗ്രാവിറ്റി. അങ്ങനെ സൂര്യൻ സ്പേസിൽ ഇറങ്ങിയിരിക്കുകയും സൂര്യന്റെ മേലിൽ വട്ടം കറങ്ങുന്നതാണ് മറ്റ് ഗ്രഹങ്ങൾ, അതിന്റെ ചുറ്റും വട്ടം കറങ്ങുന്നതാണ് അതിന്റെ ഉപഗ്രഹങ്ങൾ, മറ്റ് ഗ്രഹ സമൂഹങ്ങൾ. ഇങ്ങനെയാണ് സ്പേസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഗ്രാവിറ്റി ആയിരിക്കത്തില്ല മറ്റൊരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി. ഇപ്പൊ ഭൂമിയുടെ ഗ്രാവിറ്റിയെക്കാട്ടിലും കുറഞ്ഞൊരു ഗ്രഹത്തിലെ മനുഷ്യൻ ഭൂമിയിൽ വന്ന ഇവിടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് സ്പേസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കണം. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മുടെ പ്രകൃതിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ചലിക്കാം. ഈ പേന ഞാൻ ഇങ്ങനെ പിടിച്ചു, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ പേന ഇങ്ങനെ പിടിക്കുന്നത്. ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പൊ ബസ് ചലിക്കുന്നുണ്ട്. ബസ് ചലിക്കുന്നതിനൊപ്പം ഈ പേനയും ചലിക്കണം. ചലനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കയ്യിലിരും. അതുപോലെ നമ്മൾ ഇതേ പേന തന്നെ ഒരു ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യണം. ബൈക്കിൽ മേലോട്ട് ഇട്ടിട്ട് പിടിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ബൈക്ക് പോവുകയും പേന താഴെ വീഴുകയും ചെയ്യും. അവിടെ ഒരു ചലനം നടക്കത്തില്ല, അല്ലെങ്കിൽ കുറച്ച് മാത്രം ചലിക്കുന്നുണ്ട്. അതിന്റെ വേഗത, ആ ഒരു വേഗതയും ഈ ചലനം എന്ന് പറയുന്ന ടൈമും ഒരേ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ടൈം മെഷീനിലൂടെ പിന്നിലേക്കും അല്ലെങ്കിൽ മുന്നിലോട്ടും സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് പറയാം. വെലോസിറ്റി ചെയിൻ പൊസിഷൻ, ചെയിൻ ടൈം, ഡിസ്പ്ലേയിങ് ആൻഡ് ടൈം. ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ഈ ഒരു ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇനിയിപ്പോൾ ഒരു ടൈം ട്രാവലിന്റെ ഒരു മിഷീൻ ഉണ്ടാക്കി. ആ മിഷീൻ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ മിഷീൻ ഉണ്ടാക്കി നമുക്ക് ഒരു 3 ലക്ഷം km/s പ്രകാശത്തിന്റെ ടൈമിനടുത്തുള്ള ഒരു മിഷീൻ നമുക്ക് ഉണ്ടാക്കിയാൽ ആ മിഷീൻ നമ്മൾ എങ്ങനെ ചലിപ്പിക്കും, അല്ലെങ്കിൽ മിഷീനിലൂടെ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യും, ആ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മിഷീനിലേക്ക് പോവാം. ഇപ്പൊ ഒരു പേപ്പർ എടുത്തു. ഈ പേപ്പറിന്റെ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത്രയും സമയം എടുക്കും. എന്നാൽ ഇത് മടക്കിയാൽ ഇതിന്റെ അപ്പുറത്ത് പോകാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് ഒരു പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത്. നമുക്ക് ഇതുവഴി കടക്കുന്നതിനെക്കാട്ടിലും എളുപ്പം ഇങ്ങനെ വിളിച്ചാൽ കടക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു വേഗതയിലൂടെ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ, നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ബ്ലാക്ക് ഹോളുകളുണ്ട്. ആ ബ്ലാക്ക് ഹോളുകൾ കണ്ടെത്തി ആ ബ്ലാക്ക് ഹോളിൽ പ്രകാശത്തിന്റെ വേഗതയ്ക്കൊപ്പം നമ്മൾ സഞ്ചരിച്ച് നമുക്ക് ടൈം ട്രാവൽ മെഷീൻ വഴി നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ടൈം ട്രാവൽ മെഷീനാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ടൈം ട്രാവൽ മെഷീന്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പം മറ്റെന്ത് കണ്ടുപിടുത്തം കണ്ടുപിടിക്കുന്നതിലും ബെസ്റ്റ് ടൈം ട്രാവൽ എന്ന ഈ ഒരു മെഷീൻ കണ്ടുപിടിക്കുന്നതാകും.
എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്പെടുന്നത് അതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈം ട്രാവൽ മെഷീൻ കണ്ടുപിടിക്കുന്നതിലൂടെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി വെച്ചിട്ടായിരിക്കും ഒരു ടൈം ട്രാവൽ മെഷീൻ നമുക്കാണെങ്കിൽ മുൻകാലത്തിലേക്ക് പോയതിനു ശേഷം അതെല്ലാം അനുഭവിക്കാനും അതേക്ക് തന്നെ വംശനാശം സംഭവിച്ച ചില ചെടികളൊക്കെ ഉണ്ട്. ചെടികളാണെങ്കിലും ആയുർവേദിക് മെഡിസിൻസ് ആണെങ്കിലും ഇവയൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വംശം കൂടി വരും. അതിനുശേഷം നമുക്ക് പുതിയ പുതിയ മെഡിസിൻസ്, അതായത് അലോപ്പതിയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം പ്ലാന്റ് വെച്ചിട്ട് മെഡിസിൻ ഉണ്ടാക്കുന്നത് ആയുർവേദമോ ഹോമിയോപ്പതിയോ അലോപ്പതിയോ മാത്രമല്ല, വിവിധ പലതരത്തിലുള്ള മേഖലകളും നല്ല മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതിനായിട്ട് പറ്റും. ഇനി നമ്മുടെ വൈബ്സിൻ്റെ ഗ്രൂപ്പ് ടാസ്കിലാണെങ്കിൽ റൂളിൻ്റെ പേരിൽ അടിയാണ്. കാരണം ഒരു റൂൾ ഇട്ടതിന് ശേഷമാണ് അതിൽ ലൂപ്പ് ഹോളും മറ്റ് സംഭവങ്ങളെല്ലാം വെച്ചിട്ട് അപ്പീലും അടിയൊക്കെ ഉണ്ടാവുക. സോ ഈ ഒരു ടൈം ട്രാവൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പിറകോട്ട് പോയിട്ട് റൂൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റാക്കി തിരുത്താം. മോഡറേറ്റേഴ്സിന് പുതിയ റൂൾ ആഡ് ചെയ്യാം. ശരിക്കും ഇത് ഉപകാരപ്പെടുന്നത് പഠന മേഖലയിലാണ്. പിന്നെ സയൻറ്റിസ്റ്റുകൾ, ഇപ്പം മരണപ്പെട്ടു പോയിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ ഇപ്പോൾ നിക്കോളാസ് ടെസ്ല പോലുള്ള സയൻറ്റിസ്റ്റുകൾ ഒരുപാട് സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അയാൾക്ക് പൈസ ഇല്ലാത്തതിനാൽ ആ പ്രൊജക്റ്റ് നിന്ന് പോയിട്ടുണ്ട്. പലതരം കാരണങ്ങൾ കൊണ്ടും ആ ഒരു പ്രൊജക്റ്റുകൾ നിന്ന് പോയിട്ടുണ്ട്. ചിലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഡ്രോപ്പ് ആയി പോയിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, വീണ്ടും നമുക്കത് പൊടി തട്ടിയിട്ട് പുതിയ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ ശരിക്കും മനുഷ്യനെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ടൈം ട്രാവൽ മെഷീൻ്റെ കണ്ടുപിടുത്തം. ഇത് കണ്ടുപിടിക്കുന്നതിലൂടെ ഒട്ടനവധി പുതിയ കണ്ടുപിടുത്തത്തിലേക്കും നമ്മൾ നയിക്കുകയും ചെയ്യും. നമ്മുടെ ടൈം ട്രാവൽ മെഷീൻ ഒരുപാട് എനർജീസ് ആവശ്യമായിട്ട് വരും. നമ്മുടെ ഈ എനർജീസ് എല്ലാം നമ്മുടെ സൗരോർജ്ജത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. നല്ല എനർജി സോഴ്സ് ആവശ്യമാണ്. സോളാർ എനർജി കൺസർവേഷൻ എല്ലാം നടന്നതുകൊണ്ട് നമുക്ക് ഈ എനർജി സിമ്പിളായി സ്റ്റോർ ചെയ്യാം. സോളാർ എനർജിയും ഇലക്ട്രിക് എനർജിയും കൂടി മിക്സാക്കിയും ഉപയോഗിക്കാം. അതേപോലെ എൻജിൻസ്, ആൻറ്റിമീറ്റേഴ്സ് ഇവയെല്ലാം മാക്സിമം എനർജി ഉണ്ടാകണം. വാഹനം നിർമ്മിക്കുമ്പോൾ റേഡിയേഷനിൽ നിന്നും കാലാവസ്ഥയിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കണം. അതുപോലെ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള ഫോഴ്സൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലാകണം ഇത് നിർമ്മിക്കേണ്ടത്. നമുക്ക് ആവശ്യം വന്നത് ഒരു വെസലാണ്. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയ വാഹനം, ഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാഹനമാണത്. നമ്മൾ ഇതിൽ കൂടുതൽ ഫോഴ്സ് നൽകേണ്ടതുണ്ട്. കൂടുതൽ ഫോഴ്സ് നൽകി നമ്മൾ നിർമ്മിക്കുക. നമ്മുടെ ഈ ടൈം ട്രാവൽ മെഷീൻ നമ്മൾ വിവിധ മെഷീൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വാഹനത്തിൻ്റെ മോഡലിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. നമുക്ക് ഒരേ സമയം 4 പേർക്ക് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സജ്ജമാക്കുന്നത്. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ വേഗം മാക്സിമം നമ്മൾ ഈ ടൈം ട്രാവൽ മെഷീനിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിവിധ ഇക്വേഷൻസിലൂടെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു ഫോസിൽ നിരീക്ഷകയാണ്. എൻ്റെ പഠനവും റിസർച്ചും ഒരുമിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ടൈം ട്രാവൽ മിഷൻ എന്നത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. പഴയ ദിനോസേഴ്സ് പോലുള്ള കൗതുകരമായ ജീവികൾ കാണാൻ സാധിച്ചതിൽ പഠനത്തിൽ പല വഴിത്തിരിവുകളും എനിക്കുണ്ടായി. ശാസ്ത്രം എന്നത് കൂടുതൽ മികച്ചതാക്കാൻ ഓരോ കണ്ടുപിടുത്തവും കൂടുതൽ സഹായിക്കുന്നു. ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു. വളരെ വേഗം മനുഷ്യന് പറ്റുന്ന തെറ്റുകൾ അത് തിരുത്താൻ ഇപ്പോൾ സാധ്യമാണ്. നമുക്ക് കാലത്തിന് പിറകെ സഞ്ചരിക്കാം. ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കഴിവ്, അതാണ് ഞാൻ ടൈം മെഷീനിൽ കാണുന്ന ഒരു പ്രത്യേകത. ഇതിൻ്റെ പ്രവർത്തനം 24/16/8 ഈ ഒരു ക്രമത്തിലാണ്. അപ്പോൾ ടൈം മെഷീൻ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ നാവിഗേഷൻ മെഷീൻ വേണം. ഈ നാവിഗേഷൻ മെഷീൻ വഴി നമുക്ക് ഓരോ ക്വാണ്ടം വസ്തുക്കളും ട്രാക്ക് ചെയ്യാൻ പറ്റണം. കൂടാതെ AI ടെക്നോളജിയെല്ലാം ഉപയോഗിച്ച നാവിഗേഷൻ മെഷീൻ ആയിരിക്കണം നമ്മുടെ വേണ്ടത്. കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കണം. നമ്മുടെ ഉപഗ്രഹങ്ങൾ നിലവിൽ ടൈം മെഷീനിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനായി പുതിയ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് ബഹിരാകാശത്തേക്ക് അയക്കേണ്ടി വന്നു. പുതിയ റോക്കറ്റുകൾ ഉണ്ടാക്കേണ്ടി വന്നു. ഇത്രയുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയുള്ള ഒരു വെസൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാം. നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്താം. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഇവ ഉപകാരപ്രദമാകും. നമ്മൾ നഷ്ടപ്പെടുത്തിയതിനെയൊക്കെ വീണ്ടും കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലൂടെ നമുക്കൊന്ന് പോകാൻ ഈ കണ്ടുപിടുത്തത്തിലൂടെ അനായാസമായി സാധിക്കും. നന്ദി. എൻ്റെ ഈ ടൈം ട്രാവലർ മെഷീനിലൂടെ പ്രപഞ്ചത്തിലെ തന്നെ ബ്ലാക്ക് ഹോളുകൾ കണ്ടെത്തി പ്രപഞ്ചത്തിലെ പിന്നിലേക്കൊരു യാത്ര, അതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരേ സമയം 4 പേരെ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്കും പിന്നിലേക്കും കൊണ്ടുപോകും. അതാണ് ഈ
ടൈം ട്രാവൽ മെഷീനിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്.